ഡീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട കേർഡ് റൈസ് അഥവാ തൈര് സാദമാണ്. ഇത് ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ഫുഡാണ് നമ്മുടെ വയറിന്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കേർഡ് റൈസ് ഉണ്ടാക്കാനായി ഞാനിവിടെ 3 കപ്പ് പച്ചരിയുടെ ചോറ് എടുത്തിട്ടുണ്ട്. പൊന്നിയരിയുടെ ചോറും നിങ്ങൾക്ക് എടുക്കാം. പച്ചരി അല്ലെങ്കിൽ പൊന്നിയരി ഇതിലേതെങ്കിലും ഒന്നാണ് കേർഡ് റൈസ് ഉണ്ടാക്കാനായി എടുക്കാറുള്ളത്. ഇത് സാധാരണ വേവിക്കുന്നതിനേക്കാളും കൂടുതലായി ഒന്ന് വേവിച്ചെടുക്കണം. അതായത് ഒന്ന് ഉടഞ്ഞു പോകുന്ന രീതിയിൽ ഇത് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ പാലാണ്. അടുത്തതായി ചേർക്കുന്നത് 2 കപ്പ് തൈരാണ്. ഈ തൈരിൻ്റെയും പാലിൻ്റെയും അളവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. നിങ്ങൾക്ക് തൈര് സാദം ചെറിയ പുളിപ്പോട് കൂടിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ തൈര് കൂടുതൽ ചേർത്ത് പാല് കുറച്ച് കുറയ്ക്കാം. അല്ല നിങ്ങൾക്ക് അധികം പുളിപ്പ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പാല് കൂടുതൽ ചേർത്തതിന് ശേഷം കുറച്ച് തൈര് ഒഴിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ നിങ്ങൾ ഈ തൈര് സാദം ഉണ്ടാക്കിയ ഉടനെ കഴിക്കുകയാണെങ്കിൽ തൈരിൻ്റെ അളവ് കൂട്ടുകയും പാലിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുക. അതല്ല നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടുകയും തൈരിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാരറ്റാണ്. ഞാനിവിടെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കേർഡ് റൈസിനിടയിൽ ക്യാരറ്റ് കടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ക്യാരറ്റ് നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തും ചേർക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മാതളങ്ങയാണ്. ഇതിൻ്റെ ടേസ്റ്റും കളറൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇനി നമുക്ക് ഈ കേർഡ് റൈസിന് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കേർഡ് റൈസിൽ കുറച്ച് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സാലഡ് വെള്ളരി ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മാതളങ്ങയ്ക്ക് പകരമായി ചിലവരൊക്കെ മുന്തിരിങ്ങ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഇത് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. അതിനായി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ്. നിങ്ങൾക്കിതിൻ്റെ ഫ്ലേവറും മണമൊന്നും ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് തരം എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. രണ്ട് വറ്റൽ മുളക് ചെറുതായി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അവസാനമായി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു നുള്ളളവിനുള്ള കായപ്പൊടി കൂടിയാണ്. അപ്പോൾ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ കടുക് വറുത്തത് നമുക്ക് കേർഡ് റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചും കൂടി കൊടുത്താൽ നമ്മുടെ കേർഡ് റൈസ് റെഡി. ഇത് സൂപ്പർ ടേസ്റ്റിയും നല്ല ലൈറ്റും റിഫ്രഷിങ്ങുമായിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.